യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. എൻ്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. പാപഭാരത്തിൽ കിടന്നതാമെന്നെ നീ മോക്ഷത്തിൽ ചേർത്തിടുവാൻ. എൻ്റെ പാപഭാരങ്ങളെ ക്രൂശിൽ ചുമന്നതാൽ യേശുവേ വാഴ്ത്തിടുന്നേ. എൻ്റെ പാപഭാരങ്ങളെ ക്രൂശിൽ ചുമന്നതാൽ യേശുവേ വാഴ്ത്തിടുന്നേ. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. എൻ്റെ യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിൻ്റെ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി സ്തോത്രം, സ്തോത്രം. ഈ നല്ല ദിവസം ദാനമായി തന്നല്ലോ, രാത്രികാലം സൂക്ഷിച്ചല്ലോ. നന്ദി അപ്പാ, നന്ദി, നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിക്കുക. ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ കൃപയും കൂട്ടും സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് വേണമപ്പാ. എൻ്റെ കർത്താവ് ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പൊന്നുകരം ചാർത്ത് പിടിച്ചിന്ന് പകൽക്കാലവും നടത്തണം. സകല കാര്യങ്ങളും ചെയ്തെടുപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലമെല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലെ, ജോലി കാര്യങ്ങളിലെ, വിശ്രമവേളകളിൽ ഒക്കെയും ആ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ ദാനമാപ്പാ. നന്ദി, നന്ദി കർത്താവേ, നന്ദി, നന്ദി. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം പരിപാലിച്ച് ഇന്ന് വരെ നടത്തി വീണ്ടും നടത്തുവാൻ സർവ്വശക്തനും ഞങ്ങളുടെ പിതാവും അവിടുന്നാകിയാൽ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും ചാർത്ത് വയ്ക്കുക കർത്താവ്. നാടും വീടും വിട്ട് മാതാപിതാക്കളെ ഒക്കെ വിട്ട് വിദുരിതകളിലായിരിക്കുന്ന ഓരോ മക്കളെയും എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് സഹായിച്ചേ മതിയാകും, സൂക്ഷിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ എൻ്റെ സ്വർഗ്ഗം എല്ലാ മക്കളെയും സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. എൻ്റെ കർത്താവെ, പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലൊക്കെ കൂടിയിരുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് നിയന്ത്രിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ കോളേജുകളിലൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് കൂടെ പോകണമേ. അവരുടെ വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ. ആപത്തനത്തിൽ നിന്നെല്ലാം വെടിവെച്ച് കൊള്ളണമേ. പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുന്നേറണം. ഭയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കണം. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിജ്ഞാനം കൊടുക്കണം. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. നല്ല ഭാവിയിൽ അവർ എത്തിച്ചേരണം. അതിനായിട്ട് അവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രപ്പാ. OET, IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ കർത്താവെ എല്ലാ കോഴ്സുകളിലുമായിരിക്കുന്ന മക്കളെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ബുദ്ധി ജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. സമാധാനത്തിൽ അവർ പഠിക്കണം. നല്ല ഭാവിയിൽ അവർ എത്തണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ സഹായിക്കുമാറാകണം. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജയം നൽകി മാനിക്കണമേ കർത്താവ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെ അവൻ സന്നിധിയിൽ സമർപ്പിക്കുന്ന നാഥ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലേലി കർത്താവേ.
ഞങ്ങളുടെ വിദുരത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തിലും സന്തോഷത്തിലും ജോലി കാര്യങ്ങളെ ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണം. നാടും വീടും വിട്ടായിരിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന സമാധാനത്തോടും സന്തോഷത്തോടും തന്നെ കുഞ്ഞുങ്ങൾക്ക് ജീവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണേ. കൺമണി പോലെ സൂക്ഷിക്കണേ. ബാലപീഠയിൽ നിന്ന് വിടുവിക്കണേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. ദൈവം ജോലിയില്ലാതെ ഭാരപ്പെടുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിന് വഴികളെ തുറന്നു കൊടുക്കണേ അപ്പാ. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ വിവാഹം നടക്കേണ്ട ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ വേണ്ടുന്നതെല്ലാം കരുതിയൊരുക്കി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നൽകി ശ്രേഷ്ഠമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ തൻ്റെ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം അപ്പാ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു അപ്പാ. ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ തൻ്റെ മക്കൾക്ക് ഭാഗ്യമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പനവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ട് മദ്യത്തിലും മയക്കുമരുന്നിൽ കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരം നൽകി സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. വിദുരതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കണമേ. എൻ്റെ കർത്താവർക്ക് നല്ല പിതാവും മാതാവുമായി കൂടിയിരുന്ന ആലോചനക്കാരനായി നല്ല സഖിയായി കൂടിയിരുന്ന് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലായി ഏൽപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ. ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ പിന്നെയും ഉണ്ട് കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അത്ഭുതമായ മറുപടി തന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. വീണ്ടും ഈ വിഷയത്തിന് മേലും കരുണ കാണിക്കണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി തന്നെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ദൈവമായ കർത്താവെ, അവിടുന്ന് കരുണ കാണിച്ചാട്ട് അത്ഭുതം ചെയ്താട്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടുകാർക്കും ഫോണിനും അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. എൻ്റെ സ്വർഗമേ, പൂർണ്ണമായും അവരെ ഒന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ രോഗികളെ എല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം നീട്ടുമാറാകണമേ അപ്പാ. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ മേലും പൊന്നുകരം നീട്ടണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന ജീവിതങ്ങൾ എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നീ മരുന്നും വൈദ്യനുമായി കടന്നിയെന്ന് ഉച്ച മുതൽ ഉള്ളംകാല് വരെ തൊട്ട് എൻ്റെ ദൈവം തന്നെ മക്കൾക്ക് സൗഖ്യത്തെ ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. തളർവാദ രോഗികളെ തുടരണമേ, തൊട്ട് സൗഖ്യപ്പെടുത്തണേ അപ്പാ. ക്യാൻസർ രോഗികളെ തുടരണേ അപ്പാ, സൗഖ്യം കൊടുക്കണേ കർത്താവേ. ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. നിൻ്റെ രക്തം കുത്തിവെക്കണേ അപ്പാ. അങ്ങനെ എല്ലാ രോഗികൾക്കും അവിടുത്തെ പക്കൽ സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. നിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. അത് ഉയരണം, അത് വളരണം. ഹല്ലേലൂയ. എൻ്റെ സ്വർഗ്ഗമേ, നീ സഹായിക്കുമാറാകണം അപ്പാ. നീ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ സൂക്ഷിക്കണമേ അപ്പാ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ വിടുവിക്കണമേ. ഹല്ലേലൂയ. മാനവജനത പാർക്കുന്ന സകലയിടത്തും കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതോർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ ഭരണകർത്താക്കളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ കർത്താവേ. സ്തോത്രം. വിശ്വസ്തരായിരിക്കട്ടെ. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നടക്കട്ടെ കർത്താവേ. അവരെ ഏറ്റെടുത്തിരിക്കുന്ന ജോലികളൊക്കെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് സഹായിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയം ഒന്നുകൂടെ സമർപ്പിക്കുക. പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുകയാണ്. പുതുവർഷക്കാലം നല്ല ബുദ്ധിയും ആലോചനയും കൊടുക്കണം. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് സമാധാനം, സന്തോഷമുള്ളവരായി, ദൈവകൃപ നിറഞ്ഞവരായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉപജീവന മാർഗം അങ്ങനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
ആമേൻ. ഹാലല്ലിയ. കർത്താവ് സകല ഉപജീവനമാർഗത്തെയും സ്വർഗ്ഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ദൈവമേ, കഷ്ടനഷ്ടം കൂടാതെ ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ഹാലലി. ശത്രുവാരെയും കാണാതെ ദുഷ്ടപിശാചാരെയും തൊടാതെ കാൽവറി ക്രൂശിലെ രക്തക്കൊള്ള കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയ. സ്തോത്രം, 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 സ്തോത്രം. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവീൻ, തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, കണ്ടെത്തും. തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ പാദം ചേർന്നിരുന്ന് കരയുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണം. മറുപടിയുമായി ഇറങ്ങുമാറാകണമെന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.